ഹായ്, അപ്പോൾ നമ്മളിന്ന് ലോക ചാപ്റ്റർ 1 കാണാൻ പോകാം കേട്ടോ. കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയുന്നൊരു തിയേറ്ററായിരിക്കും, സെൻട്രൽ ടോക്കീസ് തൃപ്പൂണിത്തുറ. അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഉണ്ട്, നമ്മൾ തുടരും കാണുമ്പോൾ അവരുടെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ന്യൂ സെൻട്രൽ ടോക്കീസിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്ന സെൻട്രൽ ടോക്കീസിലാണ്. അവിടെ 4K ആയി, സ്ക്രീനൊക്കെ അടിപൊളിയാക്കി. ഞാൻ പോയിട്ടുണ്ടോ അവിടെ മുമ്പ്? ഇത് ടോവിനോടെ ഒരു സിനിമയാണ് ഞാനും എൻ്റെ കസിൻ അച്ചുവും കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ വന്ന് കുറച്ച് നടന്നും കരളക്കേട്ടാ പോയത്. അപ്പം അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ ടാക്സീസ് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ അപ്പോൾ വണ്ടി വന്നു, നമുക്ക് പോവാം. ഇതാണ് സെൻട്രൽ ടാക്കീസ് കേട്ടോ. ന്യൂ സെൻട്രൽ ടാക്കീസ് വേറെയാണ്, ഇതാണ് സെൻട്രൽ ടാക്കീസ്. അപ്പം നമ്മള് ഇവിടുന്ന് ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പൊ എൻട്രൻസ് നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫുഡ് കൗണ്ടർ കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ ഈ കാണുന്നത് സ്ക്രീൻ 2 ആണ്. സ്ക്രീൻ 2. ഓക്കെ, സ്ക്രീൻ 2 കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് നേരെ വന്നു കഴിഞ്ഞാല് ഇങ്ങ് അറ്റത്ത് ആണ് സ്ക്രീൻ 1 വരുന്നത്. സ്ക്രീൻ 1ലാണ് ലോക ഇവിടെ കളിക്കുന്നത്. ഒരു കുഞ്ഞു തിയേറ്റർ ആണ്, പക്ഷെ എന്താ പറയാ, നല്ല തിയേറ്റർ. അപ്പൊ ഞാനിരുന്ന തിയേറ്റർ ഞാൻ കാണിച്ചു തരാം. സംഭവം കുഞ്ഞു തിയേറ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറുതാണോ വലുതാണോ എന്നുള്ളതിലല്ലോ കാര്യം, ലുക്കിലല്ല വർക്കിലെ കാര്യം എന്ന് പറയില്ലേ, അതാണ്. പിന്നെ ഈ ലുലു മാള് അല്ലെങ്കിൽ ഫോറം മാള് പോലെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെയുള്ള പോപ്കോണിന്റെ ഒക്കെ റേറ്റ് കേട്ടാൽ നമ്മുടെയൊക്കെ കണ്ണ് തള്ളി പോകും, ശരിയല്ലേ? പക്ഷെ ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സ് ഇല്ലേ, ഇപ്പൊ വനിത, പത്മ, ഷേണൈസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സെൻട്രൽ ടാക്കീസ്, ന്യൂ സെൻട്രൽ ടാക്കീസ് പോലെയുള്ള ടാക്കീസുകളിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന് നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ആയിരിക്കും. മനസ്സിലായോ? സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാവില്ല. അതാണ് ഇത്തരം മൾട്ടിപ്ലക്സിന്റെ ഒക്കെ, ഇത്തരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. മാത്രമല്ല താരതമ്യേന കുറവുമായിരിക്കും. ഇപ്പൊ PVRലോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഫോറം മോളിലെ തിയേറ്ററിന് എത്രയാണെന്ന് അറിയോ? എങ്ങനെ പോലും ഒരു 600-700 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലാവും. ഇവിടെ ഇപ്പൊ ഒരു 300 രൂപ. ഞാൻ ഒരാൾക്ക് ഒരു 391 രൂപയായിട്ടുള്ളൂ. 391 341 ഞാൻ കറക്റ്റ് വിട്ടുപോയി, സോറി. ടോട്ടൽ എത്രയാന്നുള്ളത്, അതായത് സീറ്റിന് 190, ബാക്കി കൺവീനിയൻസ് ഫീയും പിന്നെ GST എല്ലാം കൂടെ എത്രയാ, 300 സംതിങ് വന്നു. എത്ര നാളെ ഞാൻ വിട്ടുപോയി, സോറി. ഇത്രേ വന്നുള്ളൂ. പക്ഷെ ഇത് മറ്റേ സ്ഥലത്താണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. അത് ഈ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തോണ്ട് അത്രയും. ഇവിടെ നേരിട്ടൊന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 190 രൂപയ്ക്ക് കാര്യം കിട്ടും. അതെ, പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തിയേറ്റേഴ്സാണ്. PVRനാണെങ്കിൽ പിന്നെ എന്തോ എനിക്ക് അവരുടെ സർവീസ് ഒന്നും വലിയ ഇഷ്ടമല്ല. ഞാൻ ഒട്ടും അവിടെ ഹാപ്പി അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേപോലെ ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. ഞാൻ വരുന്നായാലും ഫ്രണ്ട്സിനോട് പറയാനായാലും ഞാൻ എപ്പോഴും ഇൻഡിവിജ്വലേ പറയാറുള്ളത്. അങ്ങനെ സ്ക്രീൻ 1ന്റെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഹൃദയപൂർവ്വം സിനിമ കൊണ്ട് ഇറങ്ങുന്നവരവരൊക്കെ. നമ്മൾ സ്ക്രീൻ 2 ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. സ്ക്രീൻ 1ന്റെ ഇത് ഓപ്പൺ ആയി അവര് കയറാൻ തുടങ്ങി. നമുക്ക് സ്ക്രീൻ 2ലാണ്. സ്ക്രീൻ 2 ഓപ്പൺ ആയി ഇല്ല, ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ടുണ്ട്. കേട്ടാൻ തുടങ്ങിയ ആൾക്കാരെ ഇല്ലാന്ന് തോന്നുന്നു. കേട്ടാൻ തുടങ്ങി കേട്ടോ ആൾക്കാരെ. അപ്പൊ നമുക്കും കയറാം. ഞാൻ അവിടെ 1 ഓപ്പൺ ആയപ്പോ ചുമ്മാ നിങ്ങൾ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കയറിപ്പോയതുകൊണ്ടാണ് ആൾക്കാരും കാണാത്ത. ശരിക്കും തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ കാണുന്ന തന്നെ കുഞ്ഞ് തിയേറ്റർ ആയിരുന്നു, പക്ഷെ നല്ല സ്ക്രീൻ ക്ലാരിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ രാത്രി ടിക്കറ്റ് എടുത്തോണ്ട് എനിക്ക് ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. പിന്നെ സ്ക്രീൻ ക്ലാരിറ്റി ആയാലും നല്ല ക്ലാരിറ്റി, ക്യാമറ കാണുവാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഇല്ലേ, അതാണ്. അപ്പം ഞാൻ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളി സാധനം. കണ്ണും പൂട്ടി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം. പിന്നെ കുഞ്ഞു പിള്ളേരെ ചിലപ്പോൾ കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത്തരം കുറേ സ്റ്റഫ് ഈ സിനിമയിൽ ഇഷ്ടംപോലെ ഉണ്ട്, വയലൻസ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പിള്ളേരെ ഒരിക്കലും കൊണ്ടുപോകാൻ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷെ അല്ലാതെ നമുക്ക് പോയിട്ട് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളൊരു മുതൽ ഈ സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ. കല്യാണി പ്രിയദർശനായാലും നസ്രിനായാലും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് അവർക്കാണ്. അപ്പം അവരുടെ പെർഫോമൻസ് മികച്ചതല്ല എങ്കിൽ അത് സിനിമയെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ അവർ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ച് അവരുടെ ഭാഗം വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഫ്രെയിംസും, സിനിമയിൽ വരുന്ന ഓരോ ഫ്രെയിംസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഓരോ സിറ്റുവേഷനും മാച്ച് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ എല്ലാം കൊണ്ടും സിനിമ ഒന്നൊക്കൊന്ന് മികച്ച് നിൽക്കുന്നൊരു അനുഭവമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതായത് ഒരു മിന്നൽ മുരളിയാണോ? അല്ല. വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ മൂവിയാണോ? അതെ. അങ്ങനെ ഒരു സ്പെഷ്യൽ, അതായത് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് ആദ്യമാണ്. നമുക്ക് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലും ഒക്കെ ചിലപ്പം ഇതേ പാറ്റേണിലോ ഇതേ തീമിലോ ഒക്കെയുള്ള കഥകൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, മലയാളത്തിൽ ഇതൊരു ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മികച്ച വിജയം കൂടിയാണ്. ഓരോ ഫ്രെയിമും അതിൻ്റെതൊരു ബ്യൂട്ടി ഉണ്ട്. നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. ഈ സിനിമയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് കണ്ട എല്ലാ ഫ്രെയിംസും നമ്മുടെ മനസ്സിൽ നിൽക്കും. പിന്നെ ക്യാമിയോസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ക്യാമിയോസ് ഇതിൽ വന്നു പോകുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ സ്പോയിലേഴ്സാണ്, പറയില്ല. അതുകൊണ്ട് സ്പോയിലർ ഇല്ലാതെ ഈ സിനിമയെ പറ്റി റിവ്യൂ പറയുമ്പോൾ ഇങ്ങനെ നിർവാഹമില്ലു. കാരണം അല്ലാതെ നമ്മൾ എവിടെ എന്ത് തൊട്ടാലും അതൊക്കെ ഒരു സ്പോയിലറായിട്ട് അങ്ങനെ പോയി പോകും. പിന്നെ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള പല ഐതിഹ്യ കഥകളുമുണ്ട്, പല മിത്തുകളുമുണ്ട്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്ക് ഇന്നും അറിയില്ല. അത്തരം മിത്തുകളെയൊക്കെ ഈ സിനിമ തൊട്ടും തൊടാതെയും പോകുന്നുണ്ട്. പല കാര്യങ്ങളിലേക്കും ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമ്മൾ കണ്ടതിൻ്റെ മറ്റൊരു വ്യൂ ഓഫ് പോയിന്റ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ അതെന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോയിലർ ആകും എന്നുള്ളത് ഇനിയിപ്പോൾ അതേപ്പറ്റി പറ്റുന്നില്ല. പക്ഷെ ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ 5 സ്റ്റാർസ് തന്നെ ഞാൻ കൊടുക്കും. ഗുഡ്, നല്ലതാണ്. നിങ്ങളെല്ലാം കണ്ടവർ ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ കേട്ടോ.